നമസ്കാരം. മുംബൈ വിമാനത്താവളത്തിൽ തലനാരിഴയ്ക്ക് ഒഴിവായത് വലിയ വിമാന അപകടം. മുംബൈ വിമാനത്താവളത്തിലെ റൺവേയിൽ ഒരേ സമയം 2 വിമാനങ്ങൾ എത്തുകയായിരുന്നു. എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന റൺവേയിൽ തന്നെ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്തു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വൻ അപകടമാണ് ഒഴിവായത്. സംഭവത്തിൽ DGCA അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനം ലാൻഡ് ചെയ്യാൻ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നതായിട്ടാണ് ഇൻഡിഗോയുടെ വിശദീകരണം. എയർ ട്രാഫിക് കൺട്രോൾ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ 2 വിമാനങ്ങളും ഒരേ റൺവേയിൽ കാണാം. എയർ ഇന്ത്യ ജെറ്റ് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യുന്നതാണ് വീഡിയോയിൽ ഉള്ളത്. ഇൻഡിഗോ വിമാനം ഇൻഡോറിൽ നിന്ന് മുംബൈയിലേക്ക് എത്തിയതായിരുന്നു. എയർ ഇന്ത്യ വിമാനം തിരുവനന്തപുരത്തേക്കാണ് ടേക്ക് ഓഫ് ചെയ്തത്. ഇന്നലെയാണ് സംഭവമുണ്ടായത്. ഇൻഡോറിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനം RE6053 മുംബൈ വിമാനത്താവളത്തിൽ ATC ലാൻഡിംഗ് ക്ലിയറൻസ് നൽകിയെന്ന് ഇൻഡിഗോ വ്യക്തമാക്കുന്നു. പൈലറ്റ് ഇൻ കമാൻഡ് ലാൻഡിംഗ് നടപടിക്രമങ്ങൾ തുടരുകയും ATC നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ ഞങ്ങൾക്ക് പ്രധാനമാണ്. നടപടിക്രമം അനുസരിച്ച് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇൻഡിഗോ വ്യക്തമാക്കി. ടേക്ക് ഓഫിന് അനുമതി ലഭിച്ചിരുന്നു എന്നാണ് എയർ ഇന്ത്യയുടെയും വിശദീകരണം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ 2 വിമാനങ്ങളും ഒരേ റൺവേയിൽ ദൃശ്യമാണ്. തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനം പറന്നുയരാൻ തുടങ്ങുമ്പോഴേക്കും ഇൻഡോറിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു. എയർ ട്രാഫിക് കൺട്രോൾ ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശം കൃത്യമായി പാലിക്കുകയായിരുന്നുവെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും പ്രസ്താവനയിൽ വ്യക്തമാക്കി. എവിടെയാണ് എന്താണ് പിഴവ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം നടക്കുമെന്ന് DGCA അറിയിക്കുന്നുണ്ട്. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള ATCയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ 2 വിമാനങ്ങൾക്കും ലഭിച്ചിരുന്നോ, അത് കൃത്യമായിരുന്നോ, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തെറ്റായ ഒരു നിർദ്ദേശം വിമാനങ്ങൾക്കും ലഭിച്ചത് എന്നുള്ള കാര്യം വിശദമായി അന്വേഷിക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒരു വേള ഇൻഡിഗോ വിമാനം ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പാണ് ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ എയർ ഇന്ത്യ വിമാനവും ഇൻഡിഗോ വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ചേനെ. വലിയ ഒരു അപകടം അവിടെ ഉണ്ടായേനെ. 2 വിമാനങ്ങളിലും നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ഇത്തരത്തിൽ തെറ്റായ ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൈലറ്റ് വിമാനം ഇറക്കുകയായിരുന്നു. അതേസമയം ടേക്ക് ഓഫിനുള്ള അനുമതി കിട്ടിയ എയർ ഇന്ത്യ വിമാനം പെട്ടെന്ന് പറന്നുയർന്നതിനാലാണ് വലിയ അപകടം ഭാഗ്യം കൊണ്ട് ഒഴിവായത്. ഇത്തരത്തിൽ ഒരേ റൺവേയിൽ ഒരേ സമയത്ത് 2 വിമാനങ്ങൾ എങ്ങനെ എത്തി, അല്ലെങ്കിൽ ഒരെണ്ണം എത്തുകയും ഒരെണ്ണം പറന്നുയരുകയും ചെയ്യാൻ തുടങ്ങി എന്നുള്ള കാര്യവും വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതാണ് എന്നാണ് DGCA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ അപകടകരമാം വിധം യാത്രക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തും വിധമുള്ള ഈ ഒരു സംഭവമുണ്ടായതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മുംബൈ വിമാനത്താവള അധികൃതരും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി ഉണ്ടായത് എന്നാണ് ഇൻഡിഗോയുടെയും എയർ ഇന്ത്യയുടെയും പൈലറ്റുമാർ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി എയർ ട്രാഫിക് കൺട്രോൾ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത്.